ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും കേട്ട് കാണുമല്ലോ ന്യൂസ്. മാൽഡീവ്സും ഇന്ത്യയും തമ്മിലുള്ളത് എല്ലാം പെട്ടെന്ന് സോൾവ് ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് അങ്ങനെ തട്ടിമുട്ടി അങ്ങോട്ട് പോന്നു. ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു റോഡ് ട്രിപ്പ് ആയാലോ? ഇതുവരെ നമ്മൾ മാൽഡീവ്സിൽ വന്നിട്ട് ഒരു റോഡ് ട്രിപ്പ് വീഡിയോ ചെയ്തിട്ടില്ല. ഫിഷിങ് ചെയ്തിട്ടുണ്ട്, വേറെ ഐലൻഡിൽ പോകുന്നത് ചെയ്തിട്ടുണ്ട്. റോഡ് ട്രിപ്പ് ഇത് ആദ്യമായിട്ടാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ടില്ലേ, ഇത് നമ്മുടെ മാലി സിറ്റിയുടെ സെൻറ്ററിൽ കൂടെ പോകുന്ന നമ്മുടെ നാട്ടിലൊരു NH-47 എന്ന് പറഞ്ഞ പോലത്തെ ഒരു റോഡാണ്. പക്ഷെ അത്രയും ഗംഭീര റോഡല്ല. സൈഡിൽ പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ ഇത് ടാറല്ല, ഫുൾ ഇൻ്റർലോക്കാണ്. പണ്ടത്തെ സിസ്റ്റമാണ്. ഇതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. ഈ ടാറല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ വെയിറ്റ് ലോഡ് വണ്ടികൾ പോകുമ്പം ആ ഭാഗം കുഴിഞ്ഞു പോകും. ഇതുണ്ട്, ഇവിടെയൊക്കെ ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഡ്രെയിനേജ് ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അതേ സിസ്റ്റം തന്നെ. വെള്ളം കാരണം കടൽ വെള്ളത്തിൻ്റെ ആ സീ ലെവലും കൂടുമ്പം ഒഴുകിപ്പോകാൻ വേറെ വഴിയില്ല. അതിനനുസരിച്ച് ഇവിടെ വെള്ളം പൊങ്ങും. ഇതാണ് മാലിക്ക് ചുറ്റുമുള്ള, മാലി സിറ്റിക്ക് ചുറ്റും ഒരു മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ളൊരു റോഡാണ്. ഇതിൻ്റെ സൈഡിൽ ബീച്ചാണ്. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു എന്താ പറയുക, സ്പോർട്സ് ബാസ്ക്കറ്റ് ബോളും പിന്നെ വോളിബോളും അങ്ങനെയുള്ള കോർട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് സർഫ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്ലാഗൊക്കെ കണ്ടില്ലേ, പാലസ്തീൻ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന ഫ്ലാഗാണ്. അവിടെയാണ് പൊതുവേ കോമ്പറ്റീഷൻ നടക്കാറ്, സർഫിങ് കോമ്പറ്റീഷൻ. അത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ആ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയൊക്കെ കണ്ടോ, നമ്മൾ സർഫ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ നിയമങ്ങൾ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അടിപൊളിയെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള ഹോട്ടലുകൾ, ഈ സൈഡിൽ കാണുന്ന എല്ലാ ബിൽഡിങ്സിൻ്റെയും താഴത്തെ 2 ഫ്ലോറ് ഷോപ്പാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് റെസിഡൻസ്. ഏറ്റവും മുകളിലത്തെ 2 ഫ്ലോറ് റെസ്റ്റോറൻ്റാണ്. എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന് ആ കടലിൻ്റെ സൈഡിലേക്കൊക്കെ. നമ്മൾ എന്നിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു അടിപൊളി ഒരു പാർക്കാണ്. നമ്മൾ മാരിയാണോ എന്ന് പോലും അതിശയിച്ച് പോകും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ്. എൻ്റെ പേര് എനിക്കിന്ന് പറഞ്ഞു തരണമെന്നുണ്ട്, വായിക്കൊള്ളാത്തൊരു പേരാണ്. ലോസി വാലി അങ്ങനെ എന്തോ സംതിങ് ആണ് പേര്. അതൊരു അടിപൊളി സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് മാലിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ പാർക്കിലൊന്ന് കയറി തന്നെ നോക്കണം. പിന്നെ ഇവിടെ ആകെ മാലിയിൽ ഒരേ ഒരു സിഗ്നലേ ഉള്ളൂ. അത് ഈ മുമ്പിൽ കാണുന്ന സിഗ്നലാണ്. പാലത്തിലേക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറിയിട്ട് നമ്മൾ എയർപോർട്ട് കുളുമാലി അങ്ങനെ പോകുന്നത് ഈ ലെഫ്റ്റിലേക്ക് കയറിയിട്ടാണ്. ഈ പാലം മാൽഡീവ്സ് ചൈന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു 1 കിലോമീറ്റർ 300 മീറ്റർ ഉള്ളി പാലത്തിൻ്റെ ആകെ ലെങ്ത്. ഇതാണ് ഇപ്പം നിലവിലുള്ള ഒരേ ഒരു ബ്രിഡ്ജ്. മാലിയും പിന്നെ നമ്മുടെ എയർപോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. എയർപോർട്ടിൻ്റെ അപ്പുറത്തേക്ക് കുളുമാലി ഫേസ് 1 ഫേസ് 2 ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇതേ ഒരേ ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ടാണ് ഇപ്പം നിലവിലുള്ളതിൽ ലോങ്ങസ്റ്റ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ എയർപോർട്ടിൻ്റെ അവിടം വരെ നടന്നു പോകാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കടത്തി വിട്ടില്ല. അതിനപ്പുറത്തേക്ക് പിന്നെ നടന്നു പോകാനുള്ള പെർമിഷൻ ഇല്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. എയർപോർട്ടാണല്ലോ, അതിൻ്റേതായ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അപ്പുറം ഇപ്പുറം കടലാണ്. ഞാൻ ഗോപ്രോ ഇങ്ങനെ ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ബസ്സിന് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ അടിപൊളി ഒരു വ്യൂ കിട്ടും. കാരണം 2 നില ബസ്സുണ്ട്. 2 നില ബസ്സിൽ കയറിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമുക്കൊരു അടിപൊളി വൈബ് വ്യൂ ആണ് മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബ്രിഡ്ജ് മാലി സിറ്റിയിൽ നമുക്ക് ബൈക്ക് ഓടിക്കണമെങ്കിൽ ഹെൽമെറ്റൊന്നും ആവശ്യമില്ല. മാലി സിറ്റിയിൽ നിന്ന് ഈ പാലത്തേക്ക് കയറണമെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. പാലം കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു പോയിൻ്റുണ്ട്, ഒരു പെട്രോൾ പമ്പൊക്കെ ഉള്ളൊരു പോയിൻ്റുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെക്കേണ്ട ഒരു കാര്യമില്ല, ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ സിറ്റി മാലി കുളുമാലി അതിൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ കടന്ന് കറങ്ങണമെങ്കിൽ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് വിട്ട് വെളിയിൽ പോകണമെങ്കിൽ മാത്രമേ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമുള്ളൂ. ഹെൽമെറ്റിൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ടാക്സി ഹയർ ചെയ്യുമ്പോഴും. മാലി സിറ്റിയുടെ ഉള്ളിൽ തന്നെ കറങ്ങണമെങ്കിൽ ഒരു റേറ്റ്, അവിടെ നിന്ന് ഈ ബ്രിഡ്ജ് കയറി ഇപ്പുറം പോയി കഴിഞ്ഞാൽ വേറൊരു റേറ്റ്. പിന്നെ കുളുമാലി ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ചെറിയ 2 ബ്രിഡ്ജ് വെച്ചിട്ടാണ്. ചെറിയ 2-3 ബ്രിഡ്ജുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെയും ഇതേപോലെ ഫേസ് 1 നിന്ന് ഫേസ് 2ലേക്ക് ബ്രിഡ്ജ് കയറി അപ്പുറം പോയി കഴിഞ്ഞാൽ അത് അഡീഷണൽ ചാർജാണ്. അങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ മാലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, അവരുടെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട്, ധർമ്മോന്ത എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗാണ് 25 നിലയുള്ള ഒരേ ഒരു ഹയസ്റ്റ് ബിൽഡിങ്.
അതൊഴിച്ച് ബാക്കി എല്ലാ ബിൽഡിങ്സും മാലി സിറ്റിയിൽ ചെറുതാണ്, 10 നിലയൊക്കെയുള്ളൂ മാക്സിമം. പിന്നെ ഹുളുമാലിയിൽ മാൻമെയ്ഡ് ഐലൻഡ് ആയതുകൊണ്ട് അവിടെ ഫൗണ്ടേഷൻ എല്ലാം അടിപൊളി സ്ട്രോങ് ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ എല്ലാം 20-25 നിലയുടെ ബിൽഡിങ്സാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാലിയിൽ നിന്ന് പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാരെ ഗവൺമെൻറ് പർപ്പസ്ഫുള്ളി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെയുള്ള സിഗ്നലാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ട് സ്ട്രെയിറ്റ് നമ്മൾ ഹുളുമാലിയിലേക്കാണ്. പോലീസൊക്കെ നിൽക്കുന്നുണ്ട് സിഗ്നലിൽ. കണ്ടോ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഫ്ലൈറ്റൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നെടുമ്പാശ്ശേരിയിലും കോഴിക്കോടൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയി അവിടെ പൈസ കൊടുത്തിട്ട് വേണം ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഗാലറി പോയിന്റിലൊക്കെ കയറണം. എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 100 രൂപ കൊണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ കണ്ടോ തൊട്ട് വഴിയോട് ചേർന്നിട്ടാണ് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. ഈ നിർത്തിയിട്ടേക്കുന്ന ഫ്ലൈറ്റ് ഒന്നും നമ്മുടെ ഖത്തർ എയർവേയ്സോ എമിറേറ്റ്സോ അങ്ങനത്തെ പാസഞ്ചർ ഫ്ലൈറ്റൊന്നും അല്ല. ഇതെല്ലാം ന്യൂ ഇയറിനോടനുബന്ധിച്ച് വന്നേക്കുന്ന ടൂറിസ്റ്റുകളാണ്. ആ ടൂറിസ്റ്റുകൾ അവരുടെ പ്രൈവറ്റ് ജെറ്റാണ് ആ സൈഡിൽ കിടക്കുന്നത് മുഴുവൻ. ഹെൽമെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്, ക്യാമറ ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് സൈഡിലേക്ക് തിരിച്ച് ഫുള്ള് എനിക്ക് ആ ഒരു വിഷയം കാണിക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനെ വരുന്ന പ്രൈവറ്റ് ജെറ്റൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ഏരിയ ഉണ്ട്, അവിടെ ഓൾറെഡി ഫുള്ളാണ്. അത് ഫുള്ളായതുകൊണ്ടാണ് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയും പ്രൈവറ്റ് ജെറ്റുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ദിവസം പ്രൈവറ്റ് ജെറ്റ് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് $10,000 അങ്ങനെ എന്തോ ഒരു പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ എന്തോ ഒരു ചാർജാണ് എയർപോർട്ടിൽ ഈടാക്കുന്നത്. ഇഷ്ടം പോലെ ഫ്ലൈറ്റാണ് വന്നേക്കുന്നത്. എനിക്കിന് അതിശയമായിപ്പോയി, ഇത്രയും ആൾക്കാർക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ കാറ് മേടിച്ചേക്കുന്ന പോലെയാണ് ഇഷ്ടംപോലെ പ്രൈവറ്റ് ജെറ്റ്. അതിന് ചിലതിനൊന്നും പേര് പോലും എഴുതിയിട്ടില്ല. 1-2 ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അതൊക്കെ നമ്മുടെ വലിയ വലിയ ബിസിനസ് നടത്തുന്നതും റിയൽ എസ്റ്റേറ്റും ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെ ഉള്ള കുറേ ഫ്ലൈറ്റുകളാണ് വന്നേക്കുന്നത്. പിന്നെ ഇതൊരു റഡാർ സിസ്റ്റം മുമ്പിൽ കണ്ടോ, ഒരു ഫുട്ബോളിൻ്റെ ആകൃതിയിലിരിക്കുന്നത്. അത് മിലിറ്ററിയുടെയൊക്കെ അണ്ടറിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എങ്ങനെ കാണാൻ പറ്റും റഡാർ സിസ്റ്റം. അതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ റഡാറിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ സീപ്ലെയിൻ്റെ യാർഡിലേക്ക് പോകുന്ന സ്ഥലം. പിന്നെ റൈറ്റ് സൈഡിൽ ഇതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രില്ല് പോലെ. അതിൻ്റെ മുകളിൽ മുഴുവൻ സോളാർ പാനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഏരിയ സെറ്റ് ചെയ്തു, ബാക്കി ഏരിയ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴേ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സും അവരുടെ ഇങ്ങനെയൊക്കെയുള്ള റൂമുകളും ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് മാലിയിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ലേ? മാലി എന്തോരം കൺജസ്റ്റഡ് ആയിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മാൻമെയ്ഡ് ഐലൻഡ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഫുള്ള് സോളാറാണ്. ഒരു 2-3 മാസം കൊണ്ട് ചട്ടപ്പട്ടയെന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സോളാർ പാനൽ സിസ്റ്റം മുഴുവൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മാലി സിറ്റിയൊക്കെ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ, നാട്ടിൽ നിന്നൊക്കെ ടൂറിന് വരുമ്പോഴൊക്കെയും മാലി സിറ്റി കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. ആ ബസ്സിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രാവൽ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഡബിൾ ഡെക്കർ കണ്ട ബസ്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കുറച്ചും കൂടെ അടിപൊളിയാണ്. അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വിഷനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ വേറെ ആരെയും വിട്ട് കണ്ടില്ല ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ മുന്നോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഹുളുമാലി ഫേസ് 1 ഫേസ് 2 ഒക്കെ ഫുള്ളി മാൻ മെയ്ഡ് ആയതുകൊണ്ട് അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഒരു സിംഗപ്പൂർ സിറ്റി അവിടെ എങ്ങനെയാണോ ഈ വാട്ടർ ബോഡീസും കാര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്തേക്കുന്നത് ആ ലെവലിൽ തന്നെയാണ്. ആ ലെവൽ എനിക്ക് കണ്ടെടുത്തോളം അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും സെറ്റപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ മാലി നാച്ചുറലി ഉണ്ടായ ഒരു ഐലൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര വീക്കാണിപ്പം. ഇത്ര വർഷം കൊണ്ട് വെള്ളത്തിനടി പോകുന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓവർ പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന മാലി സിറ്റീനെ അവരിങ്ങനെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവിടെ ഹുളുമാലിയിലും ഫേസ് 1 ഫേസ് 2 ഫ്ലാറ്റ് പണിതിട്ട് ഒരു നിശ്ചിത എമൗണ്ടിൽ നമ്മൾ നാട്ടിൽ പഞ്ചായത്തിൽ നിന്ന് വീട് വെച്ച് കൊടുക്കുന്ന പോലെ ഇത് ഫ്രീ ആയിട്ടല്ല, അവരങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വീട് അലോട്ട് ചെയ്ത് കൊടുക്കും. ഫ്ലാറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ മന്ത്ലി പൈസ അടയ്ക്കണം ഗവൺമെൻറ്റിന്. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇവിടെയുള്ള ഓവർ പോപ്പുലേറ്റഡ് ആയുള്ള ആൾക്കാരെ എല്ലാം അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയാണ് നമ്മുടെ സീപ്ലെയിൻ്റെ ഏരിയ. ഈ ഫെൻസിങ് കണ്ടോ, ഈ ഫെൻസിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സീപ്ലെയിൻ
നിങ്ങൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 100-150 സീപ്ലെയിൻ അല്ല ഒറ്റയടിക്ക് നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അത്രമാത്രം സീപ്ലെയിൻ ഉണ്ട്. ഒരു 5 മിനിറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ 2-3 മിനിറ്റും കൂടുമ്പോൾ സീപ്ലെയിൻ പൊങ്ങുന്നത് കാണാൻ പറ്റും. വൈകുന്നേരം 6:30 വരെയാണ്ടുള്ളൂ സർവീസ്. ഇരുട്ടായി കഴിഞ്ഞാൽ സീപ്ലെയിൻ റൺ ആകുന്നില്ല. നിങ്ങൾക്കിങ്ങനെ നോക്കിയാൽ വീഡിയോയിൽ അത്രയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം വീഡിയോയിൽ ഈ ഫ്ലൈറ്റ് സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതോ ടേക്ക് ഓഫ് ആകുന്നതോ എല്ലാം ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം എന്തായാലും. അങ്ങനെ നമ്മൾ മാലിയിൽ നിന്ന് എയർപോർട്ട് കഴിഞ്ഞ് സീപ്ലെയിൻ്റെ ഏരിയയും കഴിഞ്ഞ് നമ്മൾ ഹുളുമാലെ ഫേസ് 1 ഒരു റീജിയണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ റൂട്ട് നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ എത്തുന്നത് ഫെറി ടെർമിനലിലേക്കാണ്. ഫെറി ടെർമിനൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗോഡൗണും ഇൻഡസ്ട്രിയൽ ഏരിയ പോലുള്ള ഒരു ഏരിയയാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എത്തുന്നത്. നേരത്തെ ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഹുളുമാലി എല്ലായിടത്തേക്കും ഫെറി സർവീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാ ലോക്കൽ ഐലൻഡിലേക്കും റിസോർട്ടിലേക്കും ഒക്കെ ഈ ഫെറി സർവീസ് മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ KSRTC എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ് ഈ ഫെറി. അതുകൊണ്ട് ഈ റൈറ്റ് തിരിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ. ഇവിടെ മുതൽ ഹുളുമാലെ ഫേസ് 2 ആണ്. ഇവിടെ മുതൽ നമുക്ക് ഹെൽമെറ്റ് വെക്കണ്ട ബൈക്കിന് പോകുമ്പോൾ. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ എണ്ണ തീരാറായിരിക്കുകയാണ്. പ്രയറിൻ്റെ ടൈമിലൊക്കെ ഒരു പമ്പടയ്ക്കും. അതുകൊണ്ട് നമ്മൾ ആ സമയമാകുമ്പോഴത്തേന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പ്രയർ മീൻസ് വൈകുന്നേരം നിസ്കാരത്തിൻ്റെ ടൈമിലൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എണ്ണ അടിച്ചേക്കാന്ന് ഓർത്തത്. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ പെട്രോളിന് ഒത്തിരി നാട്ടിലെ അപേക്ഷിച്ചിട്ട് വില വ്യത്യാസമില്ല. 2 ലിറ്ററിന് ഓൾമോസ്റ്റ് 200 രൂപയുടെ ആ റേഞ്ചിൽ വിലയുണ്ട്. ഇവിടെ ഡീസലിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുമാത്രമല്ല, ഇവിടെ ഡീസലിന് റേറ്റ് കൂടുതലാണ്. പെട്രോളാണ് കുറച്ചും കൂടെ സുലഭമായിട്ട് കിട്ടുന്നത്. ഇത്രയും ചെറിയ രാജ്യമായിട്ടും എങ്ങനെയാണ് പെട്രോൾ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഏത് അറേബ്യൻ രാജ്യത്തു നിന്നൊക്കെ ഇവർക്ക് ഡൊണേഷനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സിഡി ആയിട്ടൊക്കെയാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ കൂടുതലും നമ്മുടെ ആക്റ്റീവയൊക്കെ പോലത്തെ ആ ഒരു സിസ്റ്റത്തിലുള്ള ബൈക്കുകളാണ് കൂടുതലായിട്ടുള്ളത്. ഗിയറുള്ള വണ്ടികളുണ്ട്, ഇല്ലെന്നല്ല, ഹയർ എൻഡ് വണ്ടികളുമുണ്ട്, ഡുക്കാട്ടി അങ്ങനെയുള്ള വണ്ടികളും ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആക്റ്റീവയുടെ ഷേപ്പിലുള്ള ബൈക്കാണെങ്കിൽ പോലും അതും നമ്മുടെ M80 ഒക്കെ പോലെ ഗിയറുള്ള സിസ്റ്റമുണ്ട്. കയ്യിലല്ല, നമ്മുടെ ലെഗിൽ തന്നെ നമ്മൾ കാലും കൊണ്ട് തന്നെ ഗിയർ മാറ്റാവുന്ന സിസ്റ്റത്തിലുള്ള ബൈക്കുകളും ഇഷ്ടം പോലെ വെറൈറ്റി. എത്ര ടൈപ്പ് വണ്ടികളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും വെറൈറ്റി മോഡലുകൾ അങ്ങനത്തെ ബൈക്കുകളുണ്ട്. അതും സെൻട്രൽ ലോക്കും റിമോട്ടും നമ്മൾ റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സ്കൂട്ടി പോലത്തെ ബൈക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ വണ്ടിക്കൊന്നും പിന്നെ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. 2.5 ലിറ്റർ അടിച്ച് ചെയ്യുമ്പോഴത്തേനും ടാങ്ക് ഫുള്ളാവും. അതുകൊണ്ട് 2 ലിറ്റർ എപ്പോഴും കുറച്ച് എണ്ണ ഉണ്ടാവും. 2 ലിറ്റർ അടിച്ച് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ഫുള്ളാകാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിലും മാലി സിറ്റി ടു ഹുളുമാലെ ഫേസ് 1 ഫേസ് 2 ഇതാണ് നമുക്ക് മാക്സിമം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊന്നും എണ്ണം തീരത്തില്ല. ഒരു തവണ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 പ്രാവശ്യമല്ല 4 പ്രാവശ്യമൊക്കെ സുഖമായിട്ട് ഫേസ് 1 വന്നിട്ട് മാലി സിറ്റിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഞാനും എണ്ണ അടിച്ച് ഇറങ്ങി കഴിയുമ്പോൾ അതേ ഒരു വാൻ പോലത്തെ ഒരു വണ്ടി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വെൽഫെയർ പോലത്തെ ഒരു ഡിസൈനാണ് അതിന്. പക്ഷേ വളരെ ചെറിയ വണ്ടികൾ, അതുപോലത്തെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നമ്മൾ സുസുക്കിയുടെ വണ്ടിയുണ്ട്. അതേപോലെ എന്തൊക്കെയോ ഷേപ്പിലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ചതുരക്കട്ട സോപ്പ് പോലെ ഇരിക്കുന്ന വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ ഹുളുമാലെ ഫേസ് 1 സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു റൂട്ടാണിത്. ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം ഇവിടെ മുതൽ വേറെ സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഇത്ര നാളും മാലിയിൽ കണ്ട ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഡ്രൈവ് ചെയ്യാനും, അതുമാത്രമല്ല നടക്കാനും. സൈഡിൽ ബിൽഡിങ്സൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് പോലെ ഒരു നിശ്ചിത അകലം റൂട്ടിൽ നിന്ന് പാലിച്ച് പാർക്കിങ്ങിനുള്ള ഏരിയ ഒക്കെ ഇട്ടിട്ട് ഉള്ളിലാണ് ബിൽഡിങ്സും കടകളും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. ഫേസ് 1 നിന്ന് നമ്മൾ ഫേസ് 2 ചെന്ന് കഴിയുമ്പോൾ ഇതിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് കുറേയും കൂടെ സ്റ്റാൻഡേർഡാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും അത് കുറേയും കൂടെ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേസ് ടുവിൻ്റെ അവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മാലിയിൽ കാണിച്ചതുപോലെ തന്നെ മാലി സിറ്റിയുടെ സെൻറ്ററിൽ കൂടെ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇത് ഹുളുമാലയുടെ സെൻറ്ററിൽ കൂടെ പോകുന്ന വഴിയാണ്. ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് സെൻട്രലിൽ ഒരു വലിയ പാർക്കുണ്ട്, സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം വലിയൊരു പാർക്കാണ്. ആ പാർക്കിലാണ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്താറ്. ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം, അതേപോലെ എന്തെങ്കിലും ഇവിടുത്തെ നാഷണൽ ഡേ പ്രോഗ്രാംസ്, പിന്നെ കല്യാണങ്ങൾ വരെയും പാർക്കിലായിട്ടാണ് നടത്തുന്നത്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മുടെ മാലി സിഗ്നലിൻ്റെ അവിടെ കണ്ട ആ പാർക്കുണ്ടല്ലോ, അവിടെ ഡെയിലി വൈകുന്നേരം കല്യാണമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ അല്ല കല്യാണം വെക്കുന്നത്, ഈവനിങ്ങിലാണ് റിസപ്ഷൻ. കല്യാണം എനിക്കറിയത്തില്ല കേട്ടോ, കല്യാണം പള്ളിയിലാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിവേ വൈകുന്നേരം റിസപ്ഷൻ വെക്കാറുണ്ട്. അവർക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓരോ കല്യാണത്തിനും 100 ഡ്രസ്സ് വാങ്ങുന്ന പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡാണ് എല്ലാ കല്യാണത്തിനും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ വെള്ള ഷർട്ടും ഒരു കാവി പോലത്തെ പാൻസ്, അതാണ് കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്ന എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ് കോഡ്. അതേപോലെ പെണ്ണുങ്ങളാണെങ്കിലും ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളർ, ആഷ് കളർ, അങ്ങനെയുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ള തിളങ്ങുന്ന പോലത്തെ ഡ്രസ്സുകളാണ് പൊതുവേ എല്ലാ കല്യാണത്തിനും ഇട്ട് കണ്ടിട്ടുള്ളത്. അതും ചെറിയൊരു സ്റ്റേജും പിന്നെ ചെറിയൊരു പാട്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ റിസപ്ഷൻ അറേഞ്ച് ചെയ്യാറ്. ഈ വലതുവശത്ത് കാണുന്ന കണ്ടോ, SBI എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? SBI ബാങ്കാണ്. കൊളുമാലയിലെ SBIയിലെ ബ്രാഞ്ചാണത്. മാലയിലും ഉണ്ട് നമുക്ക് SBI ബ്രാഞ്ച്. ഇന്ത്യയുടെ SBI ബാങ്ക് ഉള്ളതുപോലെ തന്നെ ശ്രീലങ്കയുടെ BOC എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഓഫ് സിലോൺ, അങ്ങനെയുള്ള ബാങ്കുകളും ഇവിടെ നിലവിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സെൻട്രൽ പാർക്കാണ് ഈ സ്ട്രീറ്റ് കാണുന്നത്. നമുക്കിതിനെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ കവർ ചെയ്ത് പോവാം. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒറിഡോ എന്ന് എഴുതിയിരിക്കുന്നത്, ഇവിടുത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡറായിട്ടുള്ളൊരു കമ്പനിയാണ് ഒറിഡോ. ഖത്തർ ബേസ്ഡാണ്. ഗൾഫിലൊക്കെ ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഇത്, കുവൈറ്റിലുണ്ട്, ഒമാനിലുണ്ട്. മാൽഡീവ്സിൽ 2 നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സേ ഉള്ളൂ, ദിരാഗും പിന്നെ ഉള്ളത് ഈ ഒറിഡോ ആണ്. നമ്മുടെ അംബാനിയുടെ ജിയോ വരാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് കമ്പനികളായതുകൊണ്ട് ഇവർ സമ്മതിച്ചില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെറ്റൊക്കെ ചീപ്പായിട്ട് കിട്ടിയാനെ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇൻ്റർനെറ്റ്. കുളുമാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. മാലയിൽ അതിനായിരുന്നു എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. കാറൊന്നും പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവുമില്ല. ഈവൻ ബൈക്കൊക്കെ വഴിയുടെ ഇടവഴികളുടെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ അതിൽ കൂടെയൊക്കെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ആകണം. ഞങ്ങളിവിടെ ലോക്കൽ എല്ലാവരും ഞങ്ങളങ്ങനെ പറയാറ്. ഭിത്തി പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കണം, എന്നാലേ വേറൊരു വണ്ടി കടന്നു പോകുള്ളൂ. അത് ഞാനിവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും പ്ലാൻ ചെയ്ത് ഫേസ് 1ഉം ഫേസ് 2ഉം ഇത്ര ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ടോട്ടലി നമുക്കൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് ഇവിടെ വന്നു കഴിയുമ്പം. സൈഡിലൊക്കെ ഉണ്ട് നല്ല വിശാലമായുള്ള കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് മാൽഡീവ്സിലെ ലുലു മാളല്ല കേട്ടോ, മെഗാ മാൾ. മാൽഡീവ്സിൽ ഒരേ ഒരു മാളേ ഉള്ളൂ, അതാണിത്, മെഗാ മാൾ. ഇത്രയും വലിപ്പത്തിലുള്ളൊരു സൂപ്പർ മാർക്കറ്റോ ഷോപ്പോ കാര്യങ്ങളൊന്നും മാൽഡീവ്സിൽ നിലവിൽ വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരുമായിരിക്കാം. വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനി നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് അടുത്ത ബ്രിഡ്ജിലേക്കാണ്. അതാണ് ഫേസ് 1ഉം കുളുമാല ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് ഒരു ബ്രിഡ്ജല്ല ഉള്ളത്, ഇതേപോലെ മൂന്നോ നാലോ ബ്രിഡ്ജുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഒരു സിംഗപ്പൂർ സെറ്റപ്പിലെങ്ങാണ്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ടൂറിസ്റ്റുകൾക്കൊരു അട്രാക്ഷന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുമാണ് ഒരു കനാലിൻ്റെ ഒരു സെറ്റപ്പ് പോലെ. അപ്പുറയും ഇപ്പുറയും കടലാണ്, കടൽ വെള്ളം തന്നെയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത്. അതൊരു അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ ഇപ്പം വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജെറ്റ് സ്കി, പിന്നെ ഫൺ ട്യൂബ്, അതൊക്കെ ഇങ്ങനെ ഫ്രൈഡേ ഈവനിങ്ങിലും പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫേസ് 2വിൻ്റെ ലെവല് കുറേയും കൂടെ വ്യത്യാസമെന്ന് പറഞ്ഞില്ലേ. അടിപൊളി ബിൽഡിങ്സ് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ, അടിയിലത്തെ 2 നല്ല കടമുറികൾ പോലും അത്രയും സ്റ്റാൻഡേർഡായിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്.
അതൊരു ഇൻ്റർനാഷണൽ ആണോ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും സെറ്റപ്പിലാണ് ഡെവലപ്പ് ചെയ്തത്. ഒരു 10 വർഷം കഴിഞ്ഞാണ്ടല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല, വേറെ സുനാമിയോ കാര്യങ്ങളോ ഒന്നും വന്ന് മാൽഡീവ്സിന് അത് അടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വേറെ ലെവലായിരിക്കും ഈ ഏരിയയൊക്കെ. കാരണം ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ഈ റൂട്ടുണ്ടല്ലോ, ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞ അതേ കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും. ഇത് മാൽഡീവ്സ് തന്നെയാണോ, ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മാൽഡീവ്സ് തന്നെയാണോ എന്ന് നോക്കിയ. സൈഡിലെ രണ്ട് ഫ്ലോർ ആ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ആ കടമുറികളുടെ സെറ്റപ്പും അതൊന്നും പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാം വേക്കൻ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും എന്നാ ഒരു വ്യൂ ആണെന്നറിയോ. പിന്നെ അതിന് മുമ്പിൽ പാർക്കിങ്ങിനുള്ള സ്ഥലം, ആ സൈഡിലേക്കൊക്കെ കണ്ടോ ചെറിയ ചെറിയ പാത്ത് വേ ഒക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി പോകാനൊക്കെ ആയിട്ടുള്ള വേറൊരു ലെവലിലാണ് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖച്ഛായ തന്നെ അങ്ങ് മാറിപ്പോവും. മുമ്പിൽ കണ്ടോ കുറച്ച് കാറൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു റോഡുണ്ട്. കുറേയൊക്കെ ഡെവലപ്പ് ആയതാണ്, എങ്കിൽ പോലും പണി കഴിയാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. മണ്ണൊക്കെ നമ്മൾ കുന്നുപോലെ കൂട്ടിയിട്ടിട്ട് എന്താ പറയുക. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ഞാൻ മൂന്നാർ പോലത്തെ ഒരു സെറ്റപ്പിൽ നല്ല കുന്ന് പോലെയൊക്കെ ആക്കിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് ഫേസ് 3 ആണ്. അത് ഡെവലപ്മെൻറ്റ്സിൻ്റെ സ്റ്റേജിലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം അങ്ങോട്ട് ആരെയും കയറ്റി വിടുന്നില്ല. അവിടെയൊക്കെ വന്നു കഴിയുമ്പം ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്കൊരു 20 കിലോമീറ്റർ 25 കിലോമീറ്ററൊക്കെ പോകാനുള്ള രീതിയിലുള്ളൊരു സ്ഥലം ആയി മാറും മാലി. ഇപ്പം നിലവിൽ അത്രയും ഒന്നും ദൂരം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാനുള്ള ഒരു സിംഗിൾ സൈഡിലേക്ക് ഇല്ല. അങ്ങനെ ആയി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ലെഫ്റ്റ് സൈഡിലൊക്കെ ഫുള്ള് ബീച്ചാണ്. ഈ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബീച്ചുകളാണ്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ബാർബിക്യൂ അടിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ബാർബിക്യൂ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഈ ഏരിയ നമുക്ക് ബാർബിക്യൂ അടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണാണ്. ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിയുമ്പം ഈ ഏരിയ അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ വേറെ എവിടെയെങ്കിലും ഓപ്പൺ ആക്കി തരും. നമുക്ക് ബാർബിക്യൂം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നൈറ്റൊക്കെ വന്നിട്ട് ബാർബിക്യൂ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഫേസ് 2 ഫേസ് 1 ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ഈ അടിയിൽ കൂടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് ഞാൻ പറഞ്ഞത് വാട്ടർ സ്പോർട്സും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നടക്കാറുണ്ടെന്ന്. ഇവിടെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഈ ബ്രിഡ്ജിൽ നിന്ന് ആ ബ്രിഡ്ജിലേക്ക് ഒരു ടാക്സി കയറിയിട്ട് ഇറങ്ങിയാൽ ഡബിൾ ചാർജ് കൊടുക്കണം. ആ ഫേസ് 2 മാത്രമാണ് നമ്മൾ ഓടുന്നതെങ്കിൽ 25 റുപ്യ കൊടുത്താൽ മതി, ഇവിടുത്തെ ലോക്കൽ കറൻസി. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 60 റുപ്യ 70 റുപ്യ കൊടുക്കണം. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഫേസ് 1 ഇതേപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ്. നിരോളു മഗു എന്നാണ് ഈ റോഡിനെ അറിയപ്പെടുന്നത്. ഇതിന് സൈഡിൽ ഇവിടുന്ന് നമ്മുടെ മാലി കണക്ട് ചെയ്യുന്ന അങ്ങേ അറ്റം വരെയും ബീച്ചാണ്. 2-3 കട്ടായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. സൈഡിൽ ഇതേപോലെ വാട്ടർ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസും ജെറ്റ് സ്കീയും പിന്നെ ടീ ഷോപ്പിൻ്റെയൊക്കെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചിട്ടേക്കുന്ന അങ്ങനത്തെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഏരിയസാണ് കൂടുതൽ. ഈ സൈഡ് ഫുള്ള് ഹോട്ടൽസാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കാറുണ്ട്. ഗസ്റ്റ് ഹൗസ് പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ്. പൈസ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവൊന്നുമല്ല, നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല പൈസയാണ്. പിന്നെ ഇവിടെ ബീച്ച് ഫ്രണ്ട് ആയതുകൊണ്ട് കടൽ കാണാൻ പറ്റുന്ന സെറ്റപ്പ് ആയതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഈ ഒരു ഏരിയ റൂമൊക്കെ. വീഡിയോ ഇപ്പം തന്നെ ഒത്തിരി ലെങ്തായിപ്പോയി, അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതാണ് മാലി ടു ഹുളുമാലി ഒരു റോഡ് ട്രിപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞത് മറക്കരുത്. ആരെങ്കിലും മാലിയിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ മറക്കരുത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്.